നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികൾ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു വസ്തു, അത് അമൂല്യമാണെങ്കിലും ഇത്തിരി മൂല്യം കുറഞ്ഞതാണെങ്കിലും പിൻഗാമികൾക്ക് പിന്നീട് അത് ലഭിക്കുമ്പോൾ എത്ര സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും അത്. ഈ സംഭവം നടക്കുന്നത് 1.5 നൂറ്റാണ്ടിലേറെ കാലം മിഷിഗൺ തടാകത്തിൻ്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന ഒരു ഗോൾഡൻ പോക്കറ്റ് വാച്ച് കണ്ടെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂല്യം ശരിക്കും മനസ്സിലാക്കിയ ഗവേഷകർ അതിൻ്റെ യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അവ കൈമാറി. എങ്കിലും അവർ താല്പര്യം കാണിച്ചത് ഈ സ്വർണ്ണ വാച്ചിൻ്റെ ഉടമസ്ഥൻ്റെ പേരിലുള്ള മ്യൂസിയത്തിൽ അത് വയ്ക്കാനായിരുന്നു. 1960 മിഷിഗൺ തടാകത്തിൽ ഒരു ആവിക്കപ്പലും ഒരു ബോട്ടും തമ്മിൽ കൂട്ടിയിടിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് തടാകത്തിൻ്റെ ആഴങ്ങളിലേക്ക് 2 യാനങ്ങളും പോവുകയായിരുന്നു. ഇതിൽ പല പ്രമുഖരായ വ്യക്തികളും യാത്രക്കാരായി ഉണ്ടായിരുന്നു. പിന്നീട് ആരും തന്നെ ഇതേക്കുറിച്ച് ഓർത്തിരുന്നില്ല. മരിച്ചവരുടെ മൃതദേഹങ്ങളൊക്കെ അന്ന് കണ്ടെത്തിയിരുന്നു. 300ഓളം പേരാണ് അന്ന് മരിച്ചത്. 1860 സെപ്റ്റംബർ 8 രാത്രിയിലാണ് ലേഡി എൽജിൻ എന്ന ആവിക്കപ്പൽ ചിക്കാഗോയിൽ നിന്ന് മിൽവാക്കിയിലേക്കുള്ള മടക്കയാത്രയിൽ കൊടുങ്കാറ്റിൽപ്പെട്ടത്. ഇതിലെ ഭൂരിപക്ഷം യാത്രക്കാരും അയർലൻഡുകാരുമായിരുന്നു. കുറ്റാകുറ്റിരുട്ടിൽ ലേഡി എൽജിനിലേക്ക് വെളിച്ചമില്ലാതെ അമിതഭാരവും കയറ്റി വന്ന അഗസ്റ്റ എന്ന വലിയൊരു ബോട്ട് ഇടിച്ചു കയറുകയായിരുന്നു. ഇതേ തുടർന്നാണ് 2 യാനങ്ങളും ഈ തടാകത്തിലേക്ക് മുങ്ങിപ്പോയത്. പിന്നീട് 1992 ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളെ സംബന്ധിച്ച് പര്യവേഷണങ്ങൾ നടന്നത്. അപകടത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളൊക്കെ അന്ന് തന്നെ കണ്ടെടുക്കുകയും പിന്നീട് അവരുടെ നാടുകളിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. 1992 പര്യവേഷണം ആരംഭിച്ച സംഘം അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്കൊരു പോക്കറ്റ് വാച്ച്, സ്വർണ്ണത്തിൽ നിർമ്മിച്ചൊരു പോക്കറ്റ് വാച്ച് ലഭിച്ചിരുന്നു. അതിന് വലിയ തോതിൽ കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. ഈ വാച്ച് ഒരു ചങ്ങലയുമായി ബന്ധിപ്പിച്ചാണ് ഉണ്ടായിരുന്നത്. ഈ ചങ്ങല പോലും ഇതിൽ നിന്ന് മാറിയിരുന്നില്ല. ഇത്രയും കൊടും തണുപ്പിൽ ഈ തടാകത്തിൻ്റെ ആഴത്തിൽ കഴിഞ്ഞിട്ടും അതിനൊന്നും സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നവർ അത്ഭുതപ്പെട്ടു. ഏതായാലും പതിറ്റാണ്ടുകളോളം ഇങ്ങനെ ഒരു വസ്തു കിട്ടിയ കാര്യം അവർ മറച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഒടുവിൽ ഇത് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ് എന്ന് കണ്ടെത്തുകയും ഇതിൻ്റെ പിൻഗാമികളെ ഏൽപ്പിക്കുകയുമാണ് അവർ ചെയ്തത്. അപകടത്തിൽപ്പെട്ട ആവിക്കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ഹെർബർട്ട് ഇൻഗ്രാം എന്ന ഒരു പ്രമുഖനായ പാർലമെൻറ്റേറിയനും പത്രപ്രവർത്തകനുമൊക്കെയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു ഈ ഇപ്പോൾ കണ്ടുകിട്ടിയ വാച്ച്. കപ്പലപകടത്തിൽ അദ്ദേഹവും ഒപ്പം ഉണ്ടായിരുന്ന മകനും മരിച്ചിരുന്നു. ഇവരുടെ മൃതദേഹങ്ങൾ പിന്നീട് നാട്ടിലെത്തിക്കുകയും സംസ്കരിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ അന്ന് നഷ്ടപ്പെട്ട വസ്തുക്കളെക്കുറിച്ചൊന്നും തന്നെ ആരും അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ പര്യവേഷണ സംഘത്തിന് ഇവ ലഭിച്ചതും. അങ്ങനെയാണ് ഇൻഗ്രാമിൻ്റെ പിൻഗാമികളെ ഈ പര്യവേഷകർ കണ്ടെത്തുന്നതും അവർക്ക് ഈ വാച്ച് കൈമാറുന്നതും. ബോസ്റ്റണിലുള്ള ഇൻഗ്രാമിൻ്റെ പേരിലുള്ള ഒരു മ്യൂസിയത്തിലേക്ക് ഈ സ്വർണ്ണ വാച്ച് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഏതായാലും നിരവധി ഗവേഷകർ ഇക്കാര്യത്തിൽ സന്തുഷ്ടി പ്രകടിപ്പിച്ചാണ് രംഗത്തെത്തിയിട്ടുള്ളത്. അവർ പറയുന്നത് 1.5 നൂറ്റാണ്ട് മുമ്പ് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞ ഒരു വളരെ പ്രമുഖരായ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന ഒരു വാച്ച് ഇത്രയും കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ കിട്ടുമ്പോൾ അവർക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പര്യവേഷണ സംഘം പറയുന്നത്. നമ്മൾ എത്രത്തോളം പ്രാധാന്യം ഈ അന്തരിച്ച വ്യക്തികൾക്ക് നൽകുന്നു എന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ട് ഈ വാച്ചിന് കേടൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഗവേഷകരെ എല്ലാം തന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. 1.5 പതിറ്റാണ്ട് വെള്ളത്തിനടിയിൽ കിടന്നിട്ടും, അതും കൊടും തണുപ്പുള്ള മിഷിഗൺ തടാകത്തിലെ ആഴങ്ങളിൽ ഇത് കിടന്നിട്ട് പോലും അതിനൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഏതായാലും ഇൻഗ്രാമിൻ്റെ വീട്ടുകാരും ഇതിലേറെ സന്തുഷ്ടരാണ്. കാരണം തങ്ങളുടെ പിതാമഹൻ്റെ ഒരു പ്രിയപ്പെട്ട വാച്ച് ഇത്രയും നൂറ്റാണ്ടിന് ശേഷം അത് കണ്ടെത്തി അത് തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിയത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അവരെല്ലാവരും തന്നെ ഏറെ സന്തുഷ്ടരാണ്.